ഈ മാളത്തിനകത്തൊക്കെ ഇരിക്കാം. ഇപ്പൊ JCB ഓടുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുർഡ് ആയിട്ട് പുറത്തു വരാം. അത് അങ്ങനെ സാധ്യത കൂടുതലാണ്. അതിനെ സാധ്യത, അല്ലാതെ ഒരു സാധ്യത വെച്ചാൽ ടാപ്പാളം ഒട്ടിയൊരു മണലാണ്. ഇതിനകത്ത് മാളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മക്കളെ കിടക്കുന്നതല്ലേ, കിടക്കുമ്പോൾ ചവിട്ടുമ്പോഴേക്ക് താരും. അപ്പൊ അത് ഹോളുണ്ടാകും, ഒരു സാധ്യതയില്ല. പക്ഷെ ഇതിന്റെ അടിയിൽ കൂടെ ഹോളുണ്ടെങ്കിൽ അകത്തുനിന്ന് ഡയറക്റ്റ് അവന് പോകാൻ പറ്റും. ഇത് നേരെ അകത്ത് നമുക്ക് വെട്ടം കാണാം, പാത്രത്തിൽ വെട്ടാം. അപ്പൊ അങ്ങനെ വല്ല മെത്തേറ്റ സൈഡിലോ വല ഇരുന്നിട്ട് മോന്റെ കാല് അനങ്ങിയ സമയത്ത് പിടിക്കാനുള്ള സാധ്യത കൂടുതൽ. അനങ്ങി കാണും, തീറ്റെന്നും പറഞ്ഞ് പിടിച്ചതാണ് സാധ്യത കൂടുതൽ. അല്ല ഇത്രയും വലിയൊരു സാധനം അല്ല, വെളിയിൽ നല്ല കിട്ടിയില്ല. ഓ, തിരിച്ചു കയറി. അങ്ങനെ. അപ്പൊ അമ്മയും അമ്മാമ്മയും മോനും കൂടെ താഴെ കിടക്കാൻ. ഓ, കട്ടില് മേളില്, കട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ട്. അതിനിവിടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് പാടും. ഇപ്പൊ ഇന്നലെ ഒരെണ്ണം എഴുതിയാൽ ഇന്ന് ഈ പാട് മായത്തില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമായിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ് അത് അറിയാൻ പറ്റും. കണ്ടോ, എവിടെ എഴുതിയാലും അറിയാൻ പറ്റും. പെട്ടെന്ന് ഓടി. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ചെരുപ്പ് നമ്മൾ ഇത് പതിയുന്നില്ലേ, ഇതുപോലെ ഇത് എഴുതുന്ന പാടിങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഇതിനകത്ത് കയറി എലി കൊണ്ട് മൊത്തത്തിൽ നല്ല ചാടി ഓടിക്കൊണ്ടിരിക്കും. ഒന്നും അത് ശ്രദ്ധിക്കാൻ പറ്റും, അറിയാൻ പറ്റും എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് അപ്പോഴും കയറി ഈ JCB വന്നതിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലും വരുന്ന മാളത്തിനകത്ത് എന്തെങ്കിലും അമങ്ങയോ മണ്ണോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വന്ന് പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി കയറണം. അല്ലെങ്കിൽ എലിയുടെ പിറകെ വന്ന് കയറാം. അങ്ങനെ സാധ്യത കൊടുക്കാം. എലി തുരത്തിക്കൊണ്ട് എലിയുടെ പിറകെ ഇതിന്റെ കൂടെ അകത്ത് കയറും. അപ്പൊ ഇതിന്റെ അടുത്ത് അതുപോലെ എനിക്ക് സംഭവിച്ചു. പക്ഷെ എനിക്ക് നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ചേര പിന്നെ ശല്യമല്ല കേട്ടോ. ചേര പിന്നെ വന്ന് ചേര വരുന്ന എതിരണക്കിന് നല്ലതാണ്. കാരണം ചേര വന്ന് ഇതിന്റെ മണ്ടലിൽ എലിയെ പിടിച്ച് പോകുമ്പോൾ ഇവറ്റകളെ പോലുള്ളവർ നമ്മുടെ പറമ്പിലേക്ക് വരില്ല. ചേര ഇവര് വരണ എന്തിനു വേണ്ടിയാണ്? എലി വരുമ്പോ എലിയുടെ യൂറിന്റെയോ മോഷന്റെയോ എന്താ നാവ് കൊണ്ട് തിരിച്ചറിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പൊ ഈ ചേര വന്ന് ഇതിനെ പിടിച്ചു പോകുമ്പോ ഇവർക്ക് ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറമ്പിലൊക്കെ നിന്നോളൂ, ഇങ്ങോട്ട് വരത്തില്ല. ആണ് ചേര വരുന്നത് നല്ലതാണ് എന്ന് പണ്ടുള്ളവർ പറയുന്നത്. ലോട്ടറി അടിക്കുമെന്നല്ല അത് പറയുന്നത്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും അനിവാര്യമാണെന്ന് ചേര. അതാണ് പൂർവികർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇനിയിപ്പം എന്താ പറയുക, എല്ലാം ക്ലീൻ ആക്കിയില്ലേ, ഇപ്പൊ എല്ലാം നല്ല മാറ്റം ചെയ്തില്ലേ. ഇവിടെ എന്തെഴഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ത് സാധനം കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഉണ്ടല്ലേ ഈ പൊടി ഇവിടെയൊക്കെ എന്തെഴിഞ്ഞാലും, ചെരുപ്പ് വെച്ച പടി നടക്കുന്നുണ്ടോ, എന്തെഴിഞ്ഞാലും അറിയാൻ പറ്റും. പിന്നെ ആളുകൾ വന്നിട്ട് പറയും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ഞെട്ടിയിരിക്കുന്നത് എന്താ പറയാ, ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞില്ലേ, ഈ വീട്ടിന്റെ അടുത്തുനിന്ന് പാമ്പിനെ പിടികൂടി. ഇവിടുന്ന് എത്ര ദൂരത്തുനിന്ന് പിടികൂടി? 1 കിലോമീറ്റർ അപ്പുറം. ഇവിടെ നമ്മളിവിടുന്ന് വാർത്ത എന്താണെന്ന് പറയാം, ഈ വീട്ടിന്റെ 2ാമത്തെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടി. അപ്പൊ ജനങ്ങളെ പേടിപ്പിക്കുകയല്ലേ. ഞാനും അതും കൂടെ കേട്ടിട്ട് ഞാൻ നിർബന്ധമായിട്ട് വന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടി എന്ന് പറഞ്ഞിട്ട്. വീട്ടുകാർക്കുള്ള വഴിയാണ് ഇത് അന്ന് ഓട കെട്ടി അവര് സ്ലാബ് ഇടാന്ന് പറഞ്ഞതാണ് പഞ്ചായത്തുകാർ. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. അവിടെ വരെ ഇന്റർലോക്ക് ഇട്ട് അവര് നിർത്തിപ്പോയി. അതെന്താ അങ്ങനെ ചോദിച്ചായിരുന്നില്ലേ? പിന്നെ ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഉടനെ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞിട്ട് എത്ര കാലമായി? പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായി. ഇന്റർലോക്ക് ഇട്ട സമയത്താണ്. അപ്പൊ ഇവിടെ ഓട വെട്ടാൻ വേണ്ടി എല്ലാം റെഡി ആയതാണ്. പിന്നെ അവരത് ഇട്ടിട്ട് പോയി. ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഒന്നും സംസാരിച്ചില്ല. അന്വേഷണം പിന്നെ അവർ വരാനില്ല, നോക്കാനില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഈ സംഭവം നടക്കുമ്പോഴാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഇത് അന്ന് ഓട കെട്ടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമല്ല, ഇവർക്ക് സുഖമായിട്ട് നടന്നു പോവാം. ഈ വെള്ളം ഇപ്പൊ 2 സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഈ മഴ പെയ്യുമ്പോൾ വെള്ളം മൊത്തം ഇവിടെയാണ് വരുന്നത്. മഴ സമയത്ത് ഇതുവഴി നടന്നു വരാനേ പറ്റില്ല. അതന്നെ, അത് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം തൊളിയായിരിക്കും. ഇവർക്ക് ഇങ്ങോട്ട് വരാൻ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് പോണത്.
അപ്പോ ഈ സംഭവം നടന്ന ദിവസം മലയാളി വാർത്ത ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും അവരുടെ സിറ്റുവേഷൻ നമുക്കും മനസ്സിലാവും. പക്ഷെ അവരന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഞങ്ങൾ ഈ ഗതികേടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും അല്ല അവര് കാലമായില്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങൂല. ഉം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണം, ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഇത് കിട്ടുള്ളൂ. ഇവിടെ തന്നെ ലൈറ്റ് ഇല്ലായിരുന്നു നേരത്തെ, ഈ പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവര് ചിമ്മിനി വട്ടത്തിലാണ് കഴിഞ്ഞത്. പിന്നെ അത് അപേക്ഷ കൊടുത്താണ് ഈ ലൈറ്റ് വന്ന് ഇപ്പൊ ഇവിടെ ലൈറ്റ് വരെ ഇട്ടിട്ടുണ്ട്. എത്ര കാലമായി ഇവിടെ കറണ്ട് ഇപ്പൊ കിട്ടിയിട്ട് ഒരു 2-3 വർഷം ആകുള്ളൂ. 3 അല്ല അവര് കറണ്ട് ഒന്നും ഇല്ലാതെയാണ് ജീവിച്ചത്. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ? ഈ പറയുന്നത് പോലെ ഈ മോൻ ഇങ്ങനെ സംഭവിച്ചപ്പോ എല്ലാവരും വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പ്രാബല്യത്തിൽ വരുള്ളൂ എന്നുള്ളത് എല്ലാവരും ഇപ്പൊ ഈ ഒരു ചൂടിൽ പറയുന്നുണ്ട്. എല്ലാം ഓക്കെ ആവും, എല്ലാം റെഡിയാവും, അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ദീക്ഷൻ മോൻ്റെ വീട് സന്ദർശിച്ച സമയത്ത് അവിടെ നമ്മുടെ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു സോഷ്യൽ മീഡിയയിലോ മറ്റൊരു വാർത്ത കണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിലൊക്കെ ഒരു വാർത്ത കണ്ടത്, ആ വീട്ടിലിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ പിടികൂടുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരാണ്. ഏറ്റവും വലിയ എന്താ പറയുക, ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കാണാൻ പറ്റിയത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത്, ആ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ആ പാമ്പിനെ, റെയിൽവേ ക്രോസിന്റെ അവിടെ നിന്നാണ് പാമ്പിനെ പിടികൂടുന്നത്. ഇവിടെ നിന്ന് യാതൊരു അങ്ങനത്തെ സംഭവം പിന്നെ നടന്നിട്ടില്ല. പിന്നെ ഇവിടെ ദീക്ഷൻ മോന്റെ വീടിന്റെ അടുത്തുള്ള പറമ്പുകൾ എന്ന് പറഞ്ഞാൽ അത്രയും പഴയ തെങ്ങും പരടവും അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ആ വീടിന്റെ പരിസരത്ത് നോക്കിയ സമയത്ത് അവന്റെ നാല് ചുറ്റുമൊക്കെ നോക്കി വേറെ പാമ്പുകളൊന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അവിടെ പാമ്പ് സാധാരണ അതൊരു മണലിന്റെ അംശം കൂടിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ പാമ്പുകൾ എഴഞ്ഞു പോയിക്കാൻ നമുക്ക് അറിയാൻ പറ്റും, എഴഞ്ഞ പാടുകളുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേകതകൾ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ ആ വീടിന്റെ 4 ചുറ്റും നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിനകത്ത് ഞാൻ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവിടെ ആ ഒരു പാമ്പ് പുറത്തുനിന്ന് അവർ പറഞ്ഞു വെച്ചാൽ ഒരു 4 ദിവസങ്ങൾ മുന്നേ തൊട്ട് അവരുടെ വീടിന്റെ പുറകിൽ ഒരു പറമ്പിൽ മരം മുറിക്കുകയും മരത്തിന്റെ തടി നീക്കാണ്ട് JCB വന്നിട്ടുണ്ട്, ഹിറ്റാച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഹിറ്റാച്ചി വന്നതിന്റെ ബേസിൽ അതിന്റെ അന്ന് രാത്രിയാണ് ഈ പാമ്പ് ഈ വീടിനകത്തേക്ക് കയറുന്നത്. അപ്പൊ അവിടെയൊക്കെ അവർക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ 80 വർഷമായി ഇവിടെ ഇതിന്റെ പുറകിലൊരു കുടുംബ വീടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു പാമ്പിനെ കണ്ട ചേരയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ സ്ഥലത്തിനെ സംബന്ധിച്ച് പാമ്പ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ പറയുന്ന ആൾക്കാർ പറയുമ്പോൾ അല്ല, അങ്ങനെ ഒരു ഭീകരതയ്ക്കുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല. പറമ്പുകളൊക്കെ എങ്ങനെയുണ്ട്, പക്ഷെ വേറെ പാമ്പുകളൊന്നും ഞാൻ ആ പരിസരം വീക്ഷിച്ചാൽ വേറെ പാമ്പുകളൊന്നും കാണുന്നില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക, ഈ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കൃത്യമായിട്ടുള്ള വാർത്ത അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ പുറത്തേക്ക് പറയുക. ഈ വീട്ടിന്റെ ദീക്ഷൻ മോന്റെ വീടിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു പാമ്പിനെയും പിടികൂടിയിട്ടില്ല. അന്ന് കടിച്ചതിൻ്റെ അന്ന് രാത്രി അവർ കൊന്നതല്ലാതെ അടുത്ത വീടുകളിൽ നിന്ന് ഒരു പാമ്പിനെ കണ്ടതായിട്ട് കരയോട്ടൊന്നും ആരും പറയുന്നില്ല. 1.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയെന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഭീതിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ ഇതിന്റെ പരിസരത്ത് പാമ്പില്ലെന്ന് പറഞ്ഞു, പക്ഷെ ആ വീട്ടിൽ എന്തായാലും പാമ്പിന്റെ സാന്നിധ്യം ഒന്നും ഉണ്ടാവും.